ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ക്ലയൻസിന് എല്ലാവർക്കും നയന വരച്ചു കൊണ്ടുവന്ന ഡിസൈൻസിനെ പറ്റിയിട്ട് താല്പര്യമാകുന്നുണ്ട്. അതോട് കണ്ടോടുകൂടി തന്നെ അവർ ഫാൻറ്റാസ്റ്റിക് അടിപൊളിയാണെന്നും പറഞ്ഞിട്ട് ആ ഒരു കോൺട്രാക്റ്റിന് സൈൻ ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ പവിത്ര പോയിട്ട് കോൺട്രാക്റ്റ് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവരെല്ലാവരും സൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ക്ലയൻസ് എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ആദർശ് നമ്മുടെ നയനനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോടുകൂടി പവിത്ര നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആദർശ് നയനയും കൂടിയിട്ട് ആദർശിൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നോട് നുണ പറഞ്ഞത്? അതുകൊണ്ട് നിനക്ക് ഇപ്പം എന്താണ് നേടാനായിട്ട് പറ്റിയത്? എന്തിനാണ് ഇപ്പം എന്നോട് നുണ പറയേണ്ട ആവശ്യമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നയനിങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോൾ, നീ ഒന്നും പറയൊന്നും വേണ്ട, ഇത്രയും നാളും നീ ശ്രേയാണെന്ന് എന്നോട് നുണ പറഞ്ഞ് നടന്നില്ലേ എന്ന് പറയാണ്. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. കാരണം എനിക്ക് വെറുതെ സമയം ചിലവഴിക്കാനായിട്ട് ആകെ കോലം വരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു. ഒന്നിനും കൊള്ളാത്തവളായിട്ട് എന്നെ നിങ്ങൾ അംഗീകരിച്ചായിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫോറിൻ ക്ലയൻറ്റ് ഇവിടേക്ക് വന്നപ്പോൾ അപ്പോൾ അവർക്കൊരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ വിഷമം കണ്ടിട്ട് ഡിസൈൻ വരച്ചു കൊണ്ടുവന്നപ്പോൾ അത് നോക്കുക പോലും ചെയ്യാതെ നിങ്ങളത് കീറിക്കളഞ്ഞായിരുന്നു. അതേ ഡിസൈൻ പ്രിൻ്റ് എടുത്ത് പവിത്ര കൊണ്ടുവന്നപ്പോൾ അത് സൂപ്പറായിരുന്നു. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും മോശം, വേറെ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സൂപ്പർ. അപ്പോൾ എനിക്ക് എത്ര വിഷമമാകും അങ്ങനെയൊക്കെ കാണുമ്പോൾ. ഞാൻ വരയ്ക്കുന്നതിന് ഒരു വിലയില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ വരച്ചു കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് പോവുക? അപ്പോൾ ഞാൻ വരയ്ക്കുന്നതല്ല, നിങ്ങൾ നോക്കുക പോലും ചെയ്യാതെ കീറിക്കളയല്ലേ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ശ്രേയായിട്ട് വരേണ്ടി വന്നു എന്നുള്ളൊരു കാര്യം നയന പറയുകയാണ്. ആ സമയം ആദർശ് ആലോചിക്കുകയാണ് ഇവളെ കുറ്റപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ. അന്ന് ഫോറിൻ ക്ലയൻറ്റ് വന്നപ്പോൾ അവൾ വരച്ചുകൊണ്ട് വന്ന പടം ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കീറിക്കളഞ്ഞതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചപ്പോൾ ആദർശിന് ആകെ ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട്. അതേപോലെ രാത്രിയിലൊക്കെ അവൾ ഉറക്കമൊഴിച്ചിരുന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് ആയിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവളുടെ ആ ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ആദർശിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു കബോർഡ് തുറന്നിട്ട് അതിൽ നിന്നൊരു 50,000 രൂപ എടുത്തുകൊണ്ട് പോയിട്ട് നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കാനായിട്ട് തയ്യാറാവാതെ നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് നയനയുടെ കൈ പിടിച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഈ ചെയ്ത ഡിസൈനിൻ്റെ പ്രതിഫലമാണ്, അത് നിനക്ക് തരുന്നതല്ല, ഞാൻ ശ്രേയയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പം നിനക്കത് വാങ്ങുന്നതിന് നല്ല അർഹതയുണ്ട്, അതുകൊണ്ട് നീ വേണ്ട എന്ന് പറയണ്ടെന്ന് പറയുകയാണ്. അത് നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, അതാരും തന്നെ ചോദിക്കാനായിട്ട് വരില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇനി നീ ഉറക്കം ഒഴിച്ചിട്ട് അവിടെ ഇവിടെയൊന്നും പോയിരുന്നിട്ട് ഡിസൈൻസ് വരച്ച് കഷ്ടപ്പെടാനായിട്ട് നിൽക്കൊന്നും വേണ്ട. നമ്മുടെ റൂമിൽ എൻ്റെ അടുത്തിരുന്ന് തന്നെ നിനക്ക് ഡിസൈൻസൊക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് ആദർശ് നയനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ആദർശ് പോവുകയാണ്. അപ്പോൾ നയനയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അവൾ ചെയ്ത ആ ഒരു ഡിസൈൻ്റെ പ്രതിഫലം അവളെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അവളത് ചിരിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നയന നേരത്തെ എണീറ്റിട്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആദർശിൻ്റെ റൂമിലേക്ക് വന്നിട്ട് ആദർശിനുള്ള ചായയുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നേരെ തന്നെ വന്നിട്ട് ആ ടേബിളിൽ ചായ വെച്ചിട്ട് ആദർശിൻ്റെ മൊബൈൽ എടുത്തിട്ട് അതിൽ അലാറം സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നേരെ നയന പോവുകയാണ്. അപ്പോൾ അലാറത്തിൻ്റെ സൗണ്ട് അടിക്കുന്നത് കേട്ടിട്ട് ആദർശ് എണീക്കുകയാണ്. അപ്പോൾ എണീറ്റ് നോക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ടേബിളിൽ ചായ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അതെടുത്ത് കുടിക്കുന്നുണ്ട്. അതിനുശേഷം ബാത്റൂമിലേക്ക് പോയപ്പോൾ അവിടെ ടവലും പേസ്റ്റും ബ്രഷൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ആലോചിക്കുന്നുണ്ട്, ഇതാരപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ എന്നാലോചിക്കുകയാണ്. അങ്ങനെ കുളി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദർശിനിടാനുള്ള വസ്ത്രം ആ ബെഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ആലോചിക്കുന്നുണ്ട്, അവളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തോ എന്നോട് പറയാനായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാലോചിക്കുകയാണ്. അങ്ങനെ ആദർശ് വസ്ത്രമൊക്കെ അണിയാനായിട്ട് അങ്ങനെ കാണിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പുറത്ത് ഹാളിലാണെന്നുണ്ടെങ്കിൽ നയന വന്ന് അവിടെ പൊടികളൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൾ വരുന്നുണ്ടോ എന്ന് ആരെയോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചെറിയമ്മ കാണുന്നുണ്ട്. അപ്പോൾ ചെറിയമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ നിന്ന് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നല്ല, ഇവിടെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ തുടയ്ക്കായിരുന്നു എന്ന് പറയാണ്. നീ ആരെയായി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആരില്ല ചെറിയമ്മേ എന്ന് പറയാണ്. ആ സമയത്താണ് അവിടേക്ക് ആദർശ് വരുന്നത്. പക്ഷേ നയന എടുത്തു വെച്ചിരുന്ന ഡ്രസ്സ് ഒന്നിട്ടുകൊണ്ടല്ല ആദർശ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നയന മനസ്സിലാലോചിക്കുന്നുണ്ട്, ഞാൻ എടുത്തു വെച്ച ഡ്രസ്സ് ഒന്നിടാതെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലോ എന്ന് പറയാണ് മനസ്സിൽ. അപ്പോൾ ആദർശാണെന്നുണ്ടെങ്കിൽ, ഓ നീ എടുത്തു വെച്ച ഡ്രസ്സ് ഞാൻ
വിട്ടിട്ട് വരുമെന്ന് നീ ആലോചിച്ചിരിക്കാവില്ലേ, അതിനെൻ്റെ പട്ടിയെ കിട്ടുമെന്ന് ആദർശം മനസ്സിലാലോചിക്കുന്നുണ്ട്. അങ്ങനെ താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ദേവയാനി വന്നിട്ട് പറയുന്നുണ്ട്, മോനെ വാ ഭക്ഷണം കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട അമ്മ ബ്രേക്ക്ഫാസ്റ്റ്, എനിക്ക് ഒരു അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകണം, അപ്പോൾ സമയമില്ല എന്ന് പറയുകയാണ്. ആ സമയം നയന ആദർശിനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ട വഴി ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്തിനിപ്പോൾ വീട്ടിലേക്ക് പോകാതെ, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, നിൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോണുണ്ടല്ലോ, വീട്ടുകാരുടെ സംസാരമൊക്കെ നിനക്ക് ഫോണിൽ കൂടെ കേട്ടൂടെ, ഇപ്പം അങ്ങോട്ട് പോകണ്ട, ഒരു കാര്യമില്ലെന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശി അവിടെ നിൽക്കുന്നുണ്ട്. അതെന്താ ദേവയാനി, നയന മോള് വീട്ടിലേക്ക് പോയാൽ ഫോണിൽ കൂടെ സംസാരിക്കുന്ന പോലെയാണോ നേരിട്ട് പോയി അവരെ കാണുന്നത്? നീ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടല്ലോ, നിനക്ക് നിൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമല്ലേ, അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവർക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ പോരാ, ഇനി അവൾ അവിടെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി, ഇനി അടുത്ത പ്രശ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് നയന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നയന മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നയന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇനി പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം നവ്യ അത് കേട്ട് നിന്നിട്ട്, എല്ലാവരുടെ മുമ്പിൽ വലിയ ആളാവാനായിട്ട് വന്നതാ, ഇപ്പം എന്തായി, അവൾ ആഗ്രഹം നടന്നുമില്ല, എല്ലാവരുടെ മുമ്പിൽ അവൾ നാണവും കെട്ടി, എല്ലാവരുടെ മുമ്പിൽ അവൾ നാണവും കെട്ട്, അവൾക്ക് ഇത് തന്നെ വേണം, അവൾക്ക് ഇത് തന്നെ വേണം, ഇതിനപ്പുറം തന്നെ വേണം എന്നൊക്കെ നവ്യ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, അവളെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതല്ലേ, പൊക്കോട്ടെ, അവൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും, അതുകൊണ്ട് അത് പൊക്കോട്ടെ എന്ന് പറയുകയാണ്. അപ്പം ജലജ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഈ ഇടയായിട്ട് ആദർശിൻ്റെ സ്വഭാവമൊക്കെ വല്ലാതെ മാറിയിട്ടുണ്ട്, അതല്ലേ ഇപ്പം നയന പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ സമ്മതിച്ചു കൊടുക്കാൻ നിൽക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ അതായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, കേട്ടില്ലേ, നിൻ്റെ ഭർത്താവ് നിന്നോട് പൊക്കോളാൻ പറഞ്ഞു, നീ ആരെ നോക്കി നിൽക്കുന്നത്, നീ നിൻ്റെ വീട്ടിലേക്ക് പൊക്കോളൂ, നിൻ്റെ അമ്മായിമ്മേനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, മോള് പോകാനായിട്ട് നോക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ജാനകി പറയുന്നുണ്ട്, ഏടത്തിയും കൂടി സമ്മതിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സമാധാനമായിട്ട് വീട്ടിലേക്ക് പോകുമായിരുന്നു, ഏടത്തിക്കൊന്നും സമ്മതിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനിയിപ്പം ഞാൻ ഇനി സമ്മതിക്കാത്തത് കൊണ്ട് നീ നിൻ്റെ വീട്ടിലേക്ക് പോവാതിരിക്കേണ്ട, പൊക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയനിക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ തന്നെ നയന ബാഗ് എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ വേഗം തന്നെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം അവരെല്ലാം കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പിന്നാലെ തന്നെ ആദർശം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ നേരെ തന്നെ ഇറങ്ങിയിട്ട് കാറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കുറച്ച് മാറിയിട്ട്. അപ്പോൾ ആദർശ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആദർശ് മനസ്സിലാലോചിക്കുകയാണ്, ഞാൻ ഇനി ഇവളെ വിളിക്കാനൊന്നും നിൽക്കുന്നില്ല, അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവൾ എന്നോട് ചോദിക്കട്ടെ എന്ന് ഇവൾ ആലോചിക്കുകയാണ് ആദർശ് മനസ്സിൽ. അപ്പോൾ ആ നയനയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്നെന്താ ഡ്രോപ്പ് ചെയ്തിട്ടെന്ന് എന്നോടൊരു വാക്ക് ചോദിച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് നയനെ മനസ്സിലാലോചിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതിരിക്കുന്നത് കണ്ടിട്ട് ആദർശ് ചോദിക്കുകയാണ്, നീ നിൻ്റെ വീട്ടിലേക്ക് പോവുകയാണോന്ന്. അപ്പം നയനെ കളിയായിട്ട് പറയുന്നുണ്ട്, അല്ല ഞാൻ നടക്കാനായിട്ട് പോവുകയാണെന്ന്. നിൻ്റെ ഈ തർക്കുത്തരാണ് എല്ലാത്തിനും കാരണം, ഇതും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടല്ലോ കയ്യിൽ എന്ന് ആദർശ് പറയുകയാണ്. നീ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ അവിടെ ഡ്രോപ്പ് ചെയ്ത് തരാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാറിൽ വന്ന് കയറാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നയന ഒന്നും മിണ്ടാതെ ഒരു നല്ലൊരു അനുസരണമുള്ള കുട്ടീനെ പോലെ വണ്ടിയിലേക്ക് ഓടി വന്ന് കയറുകയാണ്. അങ്ങനെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ആദർശിൻ്റെ അടുത്ത് നയന ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ വന്ന് നിന്നപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ചോദിച്ചാൽ വരുന്നുണ്ടോ കൊണ്ടുവന്നാക്കി തരണമെന്ന് എന്ന് ആദർശ് ചോദിക്കുകയാണ്. ആദർശിൻ്റെ അടുത്ത് നയന ചോദിക്കുകയാണ്. അപ്പോൾ നയന മറുപടി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ വിളിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഓ പിന്നെ നിന്നെ വിളിച്ചിട്ട് വേണോ, നിന്നെ ഇനി വിളിച്ചു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ വല്ല തർക്കുത്തരം പറയും, അതെനിക്ക് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ടാണ് ചോദിക്കാമെന്ന് പറയുകയാണ്. അതിനുശേഷം നയനയാണെന്നുണ്ടെങ്കിൽ പാട്ട് വയ്ക്കുകയാണ് നമ്മുടെ കാറിൽ. അപ്പോൾ ഒരു പ്രണയഗാനമാണ് നമ്മുടെ നയന വെക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, ഓ ഇപ്പം നല്ല പറ്റിയൊരു മൂഡിനെ പറ്റിയ പാട്ട് തന്നെയെന്ന് പറയാണ്. അപ്പോൾ തന്നെ നയന വേറൊരു പാട്ട് വയ്ക്കുമ്പോൾ അതും നല്ല പ്രണയമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ ഫീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഹണിമൂണിന് പോവുകയാണെന്ന് എന്ന് ആദർശ് പറയാണ്. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്, അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് എന്ത് വേണം എന്നൊന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, അതെന്താ നിനക്ക് ഇപ്പോൾ ഇത്ര വലിയ സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതേ നമ്മളിപ്പോൾ വേറെ വീട്ടിൽ പോയിട്ട് എത്രയും വലിയ സ്വർണ്ണ തളികയിൽ നമുക്ക് ഭക്ഷണം തന്നാലും നമ്മുടെ വീട്ടിൽ പോയിട്ട് ആ ഒരു ഓട്ട്
പാത്രത്തിൽ നമുക്ക് കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമില്ലേ, അതെവിടെ പോയാലും കിട്ടില്ല. അതാണ് പറയുന്നത്, നിങ്ങളുടെ ഒപ്പം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല എന്ന് ആദർശിനോട് നയന പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് നിൻ്റെ വീട് കൊണ്ടുവന്ന് വെക്കി എന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആഗ്രഹമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ എന്ന് പറയണം. നിന്നെ പറയാനായിട്ട് പറ്റില്ല, നീ ചിലപ്പോൾ ഇതും ചെയ്യും ഇതിനപ്പുറം ചെയ്യും, നിനക്ക് അത്ര സാമർത്ഥ്യമുള്ളവളാണെന്നും കൂടി പറയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നയന ചിരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വെച്ചിട്ട് ആ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരംമാറ്റിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.